മറ്റത്തൂരിൽ ഈ പറഞ്ഞ 8 കോൺഗ്രസ് അംഗങ്ങൾ, ആകെ 8 ഉള്ളൂ, ആ 8 കോൺഗ്രസ് അംഗങ്ങളും മാറി തീരുമാനമെടുക്കുന്നത് എവിടെയാണ്? അപ്പുറത്തെ കണക്കുകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 24 വാർഡുകളാണ് ഈ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലുള്ളത്. അവിടെ LDFന് 10, UDFന് 8, NDAക്ക് 4, സ്വതന്ത്രൻ 2. ഈ സ്വതന്ത്രനായി വരുന്ന 2 പേരും UDFിൽ നിന്ന് ചാടിയവരാണ്. കോൺഗ്രസിൽ നിന്ന് പോയി മാറി നിന്ന 2 പേരാണ് സ്വതന്ത്രമായി നിൽക്കുന്നവരാണ്. അപ്പോൾ ഇതിൽ CPM കണ്ടിരുന്നത് ഈ സ്വതന്ത്രരിൽ ഒരാളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വരാം എന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പിന്തുണ നേടുന്ന രൂപത്തിലേക്ക് അവർ സഖ്യമായി വരികയും ചെയ്തിരിക്കുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. പക്ഷേ ഈ UDFിലെ 8 പേർ മറ്റേ സ്വതന്ത്രനെ, അതായത് കോൺഗ്രസിൽ നിന്ന് പോയ മറ്റേ സ്വതന്ത്രനെ പിന്തുണയ്ക്കുന്ന രൂപത്തിലേക്ക് വരുന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 25 വർഷമായി ആ മറ്റത്തൂർ പഞ്ചായത്ത് LDF ആണ് ഭരിക്കുന്നത്, CPM ആണ് ഭരിക്കുന്നത്. അപ്പോൾ UDFിന്റെ സ്വതന്ത്രനായി ജയിച്ച KR ഔസപ്പിനെ പ്രസിഡന്റാക്കി പഞ്ചായത്ത് ഭരണം പിടിക്കാമെന്നായിരുന്നു LDFിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് കോൺഗ്രസിന്റെ 8 അംഗങ്ങളും പാർട്ടിയിൽ നിന്നും രാജിവെച്ച് വിമതരായി ജയിച്ച ടെസി ജോസ് കല്ലറയ്ക്കലിനെ പിന്തുണയ്ക്കുന്നു. BJPയുടെ 4 അംഗങ്ങളിൽ 3 പേരും ഈ ടെസിയെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ BJPയും ഈ കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന 8 പേരും ഈ ടെസിയെ പിന്തുണച്ചു എന്നിടത്താണ് BJPയിലേക്ക് പോയി എന്ന രൂപത്തിൽ CPM വ്യാഖ്യാനിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അതിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. അതിൽ പറയുന്നത് ഒറ്റച്ചാട്ടത്തിന് BJPയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ്. ആ ചാട്ടമാണ് തൃശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ കണ്ടത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച് പഞ്ചായത്തങ്ങളായ മുഴുവൻ പേരും കൂറുമാറി BJP പാളയത്തിലെത്തി ഭരണം പിടിച്ചു എന്ന് പറയുന്നത് അത് ശരിയല്ല. കാരണം അവർ BJPയിലേക്ക് പോയിട്ടില്ല. 2 കൂട്ടരും BJPയിലെ 3 പേര്, ഒരു വോട്ട് BJPയുടെ അസാധുവാവുകയാണ് ചെയ്തത്. BJPയിലെ 3 പേരും ഈ കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന 8 പേരും ഈ കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തുപോയ സ്വതന്ത്രയെ പിന്തുണച്ചു എന്ന് പറയുമ്പോൾ അവർ BJPയിലേക്ക് പോയി എന്ന് പറയുന്നത് ശരിയാവില്ല. പക്ഷേ BJPയും ഈ പറയുന്ന കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്നവരും ഒരേ രൂപത്തിൽ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്കിടയിൽ ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പ്രാദേശികമായിട്ടുണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഇതിൽ ഒരു ഓപ്പറേഷൻ താമര എന്ന രൂപത്തിൽ പറയുകയാണ്. തിരിച്ച് BJPയും അവിടെ ചില വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ പറയുന്ന ഔസേപ്പ്, അതായത് വിമതനായിരിക്കുന്ന മറ്റേയാൾ, അതായത് CPM പിന്തുണ നേടാൻ ഇരുന്ന ആൾ 15 ലക്ഷം കൊടുത്തിട്ടാണ് ആ പിന്തുണ നേടിയതെന്ന് മറിച്ചുള്ള ആരോപണം വരുന്നുണ്ട്. വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവർ LDF അംഗങ്ങൾക്കൊപ്പമാണ് ഈ ഔസേപ്പ് വന്നതെന്നും പറയുന്നു. അതുവരെ കോൺഗ്രസിനൊപ്പമായിരുന്നു. അതായത് ഇലക്ഷൻ ജയിച്ച ശേഷം അവരെ പാർട്ടിയിൽ തിരിച്ചെടുക്കുകയായിരുന്നു. അതിന് മുമ്പ് പുറത്താക്കിയിരുന്നു. ഇങ്ങനെ പുറത്താക്കലും തിരിച്ചെടുക്കലും ഒക്കെ ഇത് ഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. പല സ്ഥലത്തും ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊരു വ്യാപകമായ രൂപത്തിൽ അത് പ്രവർത്തിക്കുന്നു എന്ന രൂപത്തിൽ പറയാൻ പറ്റില്ല.